Hi everyone, welcome to X and Y Learning. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓണം എക്സാം പ്രിപ്പറേഷൻ ആണ്. സോ ഫിസിക്സിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ക്ലാസ് 9ൽ ഈ വർഷം പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. കഴിഞ്ഞ വർഷം വരെ നമ്മുടെ 10th ഉണ്ടായിരുന്ന റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ്റെ ഒരു പോർഷൻ ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സോ നമുക്കിത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ഇല്ല, 10th പ്രീവിയസ് ഇയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ അതും അതുപോലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. So first question is, a ray of light traveling from glass to air grazes through the surface of glass is shown in the figure. So ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം എന്താണ് ഒരു മീഡിയം ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ ഇവിടെ എന്താണ് ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും നമുക്കറിയാം. സോ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ എ എന്താണ്, നെയിം ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഫിഗർ. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മളുടെ ലൈറ്റ് റേ പാസ് ചെയ്യുന്നത് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ്. ആൻഡ് ഞാൻ ഈ റെഡ് ലൈൻ വരച്ചാണ് എന്താ ബൗണ്ടറി. സോ ഈ ബൗണ്ടറിയിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അതായത് ഈ ലൈറ്റ് റേ എന്താണ് സർഫസിലൂടെ ബൗണ്ടറിയിലൂടെയാണ് കടന്നു പോകുന്നത്. വിച്ച് മീൻസ് ഈ ആംഗിൾ എന്തായിരിക്കും, ഈ ആംഗിളിനെയാണ് നമ്മൾ പറയാ ക്രിട്ടിക്കൽ ആംഗിൾ. യെസ്, സോ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ എന്താണ് വിളിക്കുക, ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഒരു ലൈറ്റ് റേ വന്ന് പാസ് ചെയ്തിട്ട് അത് റിഫ്രാക്ട് ചെയ്ത് പോകുമ്പോൾ 90 ഡിഗ്രിയിലാണ് റിഫ്രാക്ട് ചെയ്യുന്നതെങ്കിൽ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഓപ്ഷൻ എയുടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ എന്താണ്, ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ക്യാൻ വി റിഫ്ലക്ട് ബാക്ക് ദ ഇൻസിഡന്റ് റേ ഇൻ ടു ദ ഗ്ലാസ്. സോ ക്വസ്റ്റ്യൻ ബി എന്താണ്, നമുക്ക് ഈ റേനെ എന്താണ് ഗ്ലാസ്സിലേക്ക് തന്നെ റിഫ്ലക്ട് ബാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ആൻസർ എന്താണ്, അതിന്റെ റീസൺ കൂടെ പറയാനാണ് പറയുന്നത്. സോ നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലായിട്ടൊരു ആംഗിളിൽ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നാൽ, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനെ ഞാൻ IC എന്ന് മാർക്ക് ചെയ്യണം. സോ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന റേന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാണെന്ന് വിചാരിക്കാം. സോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് സി. ഈ ഒരു റേ എന്താണ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാണ്. ഈ സമയത്ത് എന്താ സംഭവിക്കുക, ഇത് റിഫ്ലക്ട് ചെയ്യും. അതായത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടിയ ഒരു ആംഗിൾ, ഇഫ് ദ ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, എന്ത് ചെയ്യും, ദ റേ വിൽ റിഫ്ലക്ട് ബാക്ക്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. യെസ്, സോ ഫസ്റ്റത്തെ ആൻസർ നമ്മൾ എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് മാത്രം എഴുതിയാൽ മതി. സെക്കൻഡ് വണ്ണ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാകുമ്പോഴാണ് എന്ത് ചെയ്യുക, റിഫ്ലക്ട് ബാക്ക് ചെയ്യുക എന്നുള്ള പോയിന്റ്സ് ഒക്കെ എന്താണ് എഴുതണം. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലൈറ്റ് റേസ് എൻറ്ററിങ് ഇൻ ടു എയർ ഫ്രം ഗ്ലാസ് ഈസ് ഡെപ്പിക്റ്റഡ് ബിലോ. സോ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് പോകുന്ന ഒരു 3 ഇമേജസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ഡയഗ്രം തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ ഫിഗേഴ്സ് ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. സോ ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ 1 A, B and D 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. C എന്താണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ ഗ്ലാസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു സെർട്ടൈൻ ആംഗിളിൽ വരുമ്പോൾ എന്താണ് റിഫ്രാക്റ്റഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കും, 90 ആയിരിക്കും. അത് ഇതിൽ ഏത് കേസാന്ന് നോക്കിയാലോ, ഫസ്റ്റ് ഫിഗറിൽ എന്താണ്, ഇവിടെ നമുക്കൊരു റിഫ്രാക്ഷൻ, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ് 90 അല്ല, നമുക്ക് ചെറിയൊരു ആംഗിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുപോലെ നമ്മളുടെ സെക്കൻഡ് ഇമേജ് നോക്കിയാൽ എന്താണ്, ഇങ്ങനെ വന്നിട്ട് 90 ഡിഗ്രിയിലാണ് റിഫ്രാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ക്രിട്ടിക്കൽ ആംഗിളാണ് വരുന്നത് ആൻഡ് ബൗണ്ടറിയിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്, 42 ഡിഗ്രി. 42 ഡിഗ്രി ആയിരിക്കും ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 42-നേക്കാളും കൂടുതലാണ്, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടിയ വാല്യൂ ആണ്. സോ ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക്. സോ ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ ഇസ് 42 ഡിഗ്രി. ആൻഡ് ബി നോക്കിയാൽ വിച്ച് ഫിഗർ റെപ്രസെന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടിയ ആംഗിളാണ് വരുന്നതെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. സോ 48-നേക്കാളും കൂടുതൽ ഏതാന്ന് നോക്കിയാൽ മതി. ഇവിടെ 28 ആണ്, ഇവിടെ 45 ആണ്. സോ എന്താണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യും. നമ്മൾ ഇമേജ് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് റിഫ്ലക്റ്റിംഗ് ആണ് സംഭവിക്കുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് ദ ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. സോ ക്വസ്റ്റ്യൻ സി എന്താണ്, എക്സ്പ്ലെയിൻ ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. സോ ഒരു ബൗണ്ടറിയിൽ നിന്ന് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ദ ലൈറ്റ് റേ വിൽ റിഫ്ലക്ട് ബാക്ക്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ.
ഇനി നമ്മുടെ ഡി നോക്കാം. ഡി റൈറ്റ് എനി ടു ഇൻസ്റ്റൻസസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ TIR ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 2-3 ഇൻസ്റ്റൻസസ് എഴുതാനാണ് പറയുന്നത്. സോ ഒന്ന് നമുക്കറിയാം, ഒപ്റ്റിക് ഫൈബറിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ TIR യൂസ് ചെയ്യുന്നത്. സോ ഒപ്റ്റിക് ഫൈബർ ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻസ്റ്റൻസസ് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ടെലികമ്മ്യൂണിക്കേഷനിൽ ഡാറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക് ഫൈബർ അല്ലെങ്കിൽ TIR യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പം നമ്മൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന കേസിൽ എന്താണ്, TIR യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ ഇമേജസ് അല്ലെങ്കിൽ നമ്മളുടെ ഗട്ടിന്റെ ഒക്കെ ഇമേജസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് എന്താണ് ഓപ്ഷൻ ഡിയിൽ ഏതെങ്കിലും 2 ഇൻസ്റ്റൻസസ് എഴുതാം. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫെനോമെനോൺ ഓഫ് ലൈറ്റ് ഈസ് മെയ്ഡ് യൂസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. സോ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി ഓർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ എന്ത് ലൈറ്റിന്റെ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ TIR, അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ നമുക്കിവിടെ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ പൈപ്പ് ഉണ്ടെങ്കിൽ സോ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ഒരു ആംഗിളിൽ ഒരു ലൈറ്റ് റേ പാസ് ചെയ്യും. സോ ഇത് ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്ത് പോയില്ല, എന്ത് ചെയ്യും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും, വീണ്ടും TIR സംഭവിക്കും. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റിന്റെ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കും. സോ ഇതാണ് TIRന്റെ ആപ്ലിക്കേഷനായ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ എക്സ്പ്ലനേഷൻ, എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുന്നത്. സോ എന്ത് ഫെനോമെനോൺ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്ത് എഴുതുക, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എഴുതുക, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ അതിന്റെ ഒരു പോയിന്റും കൂടെ എഴുതുക, എന്താണ് TIR എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അടുത്ത ചോദ്യം നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ, എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം മീഡിയം 1 ടു മീഡിയം 2. സോ മീഡിയം 1ൽ നിന്ന് മീഡിയം 2ലേക്ക് ഒരു ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഫൈൻഡ് ഔട്ട് വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സോ ഇതിൽ ആർക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. സോ നമുക്ക് ഇവിടെ മീഡിയം 1 ഇവിടെ ഉണ്ട്, മീഡിയം 2 ഇവിടെ ഉണ്ട്, ആൻഡ് നമുക്ക് ഇവിടെ ബൗണ്ടറി കാണാം അല്ലേ, ഇതാണ് നമ്മുടെ ബൗണ്ടറി. സോ ഞാൻ ഈ റേ വന്ന് ഹിറ്റ് ചെയ്ത പോയിന്റിൽ ഒരു നോർമൽ ലൈൻ വരയ്ക്കുകയാണ്, നോർമൽ ലൈൻ. സോ ഇതിനെയാണ് നമ്മൾ ഈ ബൗണ്ടറിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, നോർമൽ ലൈൻ എന്ന് പറയാം. സോ നമുക്ക് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാർക്ക് ചെയ്യാം. സോ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ്, നോർമൽ റേയും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ. സോ ഇവിടെ മാർക്ക് ചെയ്ത ഇതാണ് എന്ത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി നോർമൽ റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയാ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ലൈറ്റ് റേ വരുന്നത് ഇതുവഴിയാണ്. സോ ഈ ലൈറ്റ് റേ പാസ് ചെയ്ത് പോകേണ്ടിയിരുന്ന വഴി ഞാൻ ഈ വരയ്ക്കുന്ന ഡോട്ടഡ് ലൈൻ ആണ് അല്ലേ, യെസ്. സോ ഇതിലൂടെയാണ് ലൈറ്റ് റേ പോകേണ്ടിരുന്നത്, പക്ഷെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്തു, അതായത് എവേ ഫ്രം നോർമൽ എന്ത് ചെയ്തു, റിഫ്രാക്ട് ചെയ്തു. സോ ഈ കേസിൽ നമുക്ക് എന്ത് മനസ്സിലാവും, മീഡിയം 2ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 ഇസ് ലെസ് ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് പോകുമ്പോഴാണ് എന്ത് ചെയ്യുക, നോർമലിൽ നിന്ന് എവേ ആയിട്ട് ബെൻഡ് ചെയ്യുക. സോ നമ്മൾ ഈ ബെൻഡിങ് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എവിടെയാണ് കൂടുതൽ, 1ലാണ് കൂടുതലെന്ന്. ആൻഡ് ഏതിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് മീഡിയം 2 is less than optical density of medium 1. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എവിടെയാണ് കൂടുതൽ, 1ലാണ് കൂടുതൽ, 2ൽ കുറവായതുകൊണ്ടാണ് നോർമൽ നിന്ന് ബെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ബി, എന്താണ്, എക്സ്പ്ലെയിൻ ദ ടേംസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ 2 നമുക്കറിയാം എന്താണ്, ആബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ആണ്. ഇപ്പൊ നമ്മളുടെ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ 1 ആണെന്ന് പറയും. അതുപോലെ നമ്മളെ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എത്രയാണ്, 4/3 അല്ലെങ്കിൽ 1.33 ആണ് ഓൾമോസ്റ്റ്. അതുപോലെ നമ്മളെ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ 1.5 എടുക്കാറുണ്ട്. സോ ഇതൊക്കെ ആബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ ഒരു ഒബ്ജക്റ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എത്രയാണോ അതിനാണ് നമ്മൾ എന്ത് പറയുക, ആബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് എന്നുള്ള ടേം പോലെ തന്നെ എന്താണ്, നമ്മൾ വേറൊന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. ഇപ്പോൾ ഒരാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 5 ആണ്, വേറൊരാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3 ആണ്, വേറൊരു മീഡിയത്തിന്റെ, 2 മീഡിയംസ് ആണ് എടുക്കുന്നത്.
സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് മീഡിയം റിലേറ്റീവ് ടു ദിസ് മീഡിയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കുക 5/3 എടുക്കും. ഓക്കെ, സോ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം ആണ് എന്ത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ 1 റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, 2 എന്താണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം. വീണ്ടും ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. When a light ray enters into air from water, the light ray will. So ഒരു ലൈറ്റ് റേ എയറിൽ നിന്ന് enters into air, എയറിലേക്ക് എൻ്റർ ചെയ്യാണ്. എവിടുന്ന്? ഫ്രം വാട്ടർ. വാട്ടറിൽ നിന്ന് ഒരു ലൈറ്റ് റേ എയറിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ലൈറ്റ് റേ എന്താണ് ചെയ്യാന്ന് അവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ മീഡിയം നോക്കാം. ഇതാണ് ബൗണ്ടറി, അതുപോലെ ഇതാണ് നമ്മുടെ നോർമൽ ലൈൻ. യെസ്. സോ ഇനി ഞാൻ ഈ ലൈറ്റ് റേ, നമ്മൾ തന്നിട്ടുള്ള ലൈറ്റ് റേ വരുന്ന വഴി പാത്ത് ഞാൻ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യാണ്. സോ ഈ പാത്തിലൂടെയാണ് നമ്മൾ ലൈറ്റ് റേ പാസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് എന്ത് ചെയ്തു? ബെൻഡ് എവേ ഫ്രം നോർമൽ, അല്ലെ? ഈ റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്തു, അതായത് ഈ ഡയറക്ഷനിലേക്ക് ബെൻഡ് ചെയ്തു. വിച്ച് മീൻസ് നോർമലിൽ നിന്ന് എവേ ആയിട്ടാണ് ബെൻഡ് ചെയ്തത്. സോ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുക? ഈ പാത്ത് എന്താണ് നോർമലിൽ നിന്ന് എവേ ആയിട്ട് ബെൻഡ് ചെയ്യും. സോ ഇവിടെ നമുക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. മൂവ് ടുവാർഡ്സ് ദ നോർമൽ, മൂവ് എവേ ഫ്രം ദ നോർമൽ. സോ നമുക്ക് നോക്കിയാൽ അറിയാം എന്താണ് ഇങ്ങനെ പോകേണ്ടത്. ഈ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ടാണ് ബെൻഡ് ചെയ്തിട്ടുള്ളത്, അല്ലേ? സോ ഇറ്റ് ഈസ് മൂവിങ് എവേ ഫ്രം നോർമൽ. സോ എന്റെ ആൻസർ എന്താണ്? മൂവ്സ് എവേ ഫ്രം നോർമൽ. സോ ബി നോക്കാം. നെയിം ദ ഫെനോമിനോൺ വിച്ച് കോസ്ഡ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എയർ ഫ്രം വാട്ടർ. സോ ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്ത് ഫെനോമിനാണ് അല്ലെങ്കിൽ എന്ത് പ്രോസസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്, അല്ലേ? അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെൻ്റ് ആയ ഒരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റ് ചെയ്യും, ബെൻഡ് ചെയ്യും. സോ അതാണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് ഹാപ്പൻസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം വാട്ടർ ടു എയർ? സോ വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ ലൈറ്റിന്റെ സ്പീഡിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലെറ്റ് സി. വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ സോ നമ്മളുടെ ലൈറ്റിന്റെ സ്പീഡ് ഇൻ എയർ അല്ലെങ്കിൽ വാക്വം ഒക്കെ എത്രയാണ് നമ്മൾ എടുക്കാറ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇവിടെ എത്രയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നത്. സോ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ഇൻക്രീസ്. സോ ഇവിടെ ഇൻക്രീസ്, ഡിക്രീസ്, നോ ചേഞ്ച് എന്ന് തന്നിട്ടുണ്ട്. സോ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്? ഇൻക്രീസ് ആണ് ചെയ്യുക. സോ സിയുടെ ആൻസർ എന്താണ്? ഇൻക്രീസസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെൻ ലൈറ്റ് റേ എൻറ്റേഴ്സ് ഇൻ ടു ഗ്ലാസ് ഫ്രം എയർ. അതായത് ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ഒരു ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഈ സമയത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇഫ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഇസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയറിലുള്ള സ്പീഡ് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്സിലുള്ള സ്പീഡ് എത്രയാണ്? 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ അറിയാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുമെന്ന് അറിയാം. സോ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1 ആണ് എയറിൻ്റെത്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്? N = C/V. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ഈക്വൽ ടു C/V, അല്ലെ? നമ്മൾ എയറിലേക്കാണ് ലൈറ്റ് പോകുന്നത്. സോ C/V ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. സോ C എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. V എത്രയാണ്? 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സോ ദിസ് വിൽ ബി, നമ്മൾ 10⁸ കട്ട് ചെയ്താൽ 3/2, അതായത് 1.5 ആയിരിക്കും ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? നമ്മുടെ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഓഡ് വൺ ഫ്രം ദ ഗ്രൂപ്പ്. നമുക്ക് തന്നിട്ടുള്ളതിൽ ഓഡ് വൺ ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. സോ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു കണ്ണാടി അല്ലെങ്കിൽ മിററിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് റേ വന്ന് റിഫ്ലക്ട് ചെയ്യും. അതുപോലെ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത് എന്താണ്? അതിൽ ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോൾ ഗ്ലാസ് പ്രിസം
അല്ലെങ്കിൽ നമ്മുടെ മഴവില്ലൊക്കെ കാണില്ലേ, നമ്മൾ റെയിൻബോ ഒക്കെ എങ്ങനെയാണ് കാണുന്നത്, ലൈറ്റ് അതായത് വൈറ്റ് ലൈറ്റ് ഡിസ്പേഴ്സ് ചെയ്ത് 7 കളേഴ്സ് ആവുന്നതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുക. ഇനി റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഉള്ള മീഡിയത്തിൽ നിന്ന് N2 ഉള്ള മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ഡീവിയേറ്റ് ചെയ്യും, അതിന്റെ സെയിം പാത്തിലൂടെ പോവാതെ ഡീവിയേറ്റ് ചെയ്യും. അതാണ് റിഫ്രാക്ഷൻ. ഇനി ഇത് മൂന്നും എന്താണ്, ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ ഒക്കെ. പക്ഷെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇമേജ് കണ്ടു, അത് എത്ര നേരം നമ്മുടെ കണ്ണിൽ നിൽക്കും എന്നുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുക. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും, സി അല്ലെ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് ഇവിടെ ഓഡ് 1. സോ നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഫെനോമെനോൺ ഓഫ് ലൈറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി? സോ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിൽ തന്നെ ഡിസ്കസ് ചെയ്താണ്. ഒപ്റ്റിക്കൽ ഫൈബറിൽ നമ്മൾ എന്താണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് അല്ലെ. അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നില്ല, റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത് അല്ലെ. ഡിസ്പേർഷൻ നടക്കുന്നില്ല, സ്കാറ്ററിങ് നടക്കുന്നില്ല. എന്താണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ലൈറ്റ് ഫാൾസ് ഒബ്ലിക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. സോ ലൈറ്റ് ഇവിടെ പാസ് ചെയ്യുന്ന ഒരു ഇമേജ് തന്നിട്ടുണ്ട്. MN is the normal line. സോ ഇവിടെ MN എന്നുള്ളത് നോർമൽ ലൈൻ ആണെന്ന് പറയുന്നത്. അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ഇത് എവിടെയാണോ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തത് അവിടെയുള്ള നോർമൽ ലൈൻ ആണ് MN തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഗിവൺ മീഡിയം ഇസ് ദ ഫാസ്റ്റസ്റ്റ് മീഡിയം ഫോർ ലൈറ്റ്? സോ ഇവിടെ എവിടെയാണ് ലൈറ്റ്, ഇതിൽ മീഡിയം എയിലാണോ ബിയിലാണോ ലൈറ്റ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതിന്റെ ഒരു റീസണും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാസ്റ്റസ്റ്റ് മീഡിയം ആണ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ലൈറ്റ് റേ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ഈ ലൈറ്റ് റേ എങ്ങനെയാണ് പോവേണ്ടിയിരുന്ന പാത്ത്? ഇത് ഞാൻ ഈ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങനെയാണ് ഇത് പോവേണ്ടിയിരുന്നത്. പക്ഷെ അതെന്ത് ചെയ്തു, നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തു അല്ലെ. ഇങ്ങനെ വന്ന ലൈറ്റ് റേ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തു. വിച്ച് മീൻസ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. സോ മീഡിയം എയിൽ നിന്ന് മീഡിയം ബിയിലേക്ക് വന്നപ്പോൾ നോർമലിന്റെ അടുത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, കൂടുതലാണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ഓഫ് ബി, മീഡിയം ബിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ. സോ മീഡിയം എനേക്കാളും കൂടുതലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? സ്പീഡ് ഇൻ ബി വിൽ ബി ലെസ് ദാൻ സ്പീഡ് ഇൻ എ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ സ്ഥലത്ത് എന്തായിരിക്കും, ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും. സോ നമുക്ക് മീഡിയം ബിയിലാണ് സ്പീഡ് കുറവ്, മീഡിയം എയിലാണ് സ്പീഡ് കൂടുതൽ. സോ നമ്മളോട് ചോദിച്ചു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ മീഡിയം ഇസ് ദ ഫാസ്റ്റസ്റ്റ്, ഇവിടെ ഏതിലാണ് ഫാസ്റ്റ് ആയിട്ട് പാസ് ചെയ്യാന്ന് ചോദിച്ചു. സോ ഏതാണ് ആൻസർ? ആൻസർ ഇസ് മീഡിയം എ. സോ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നോക്കിയാൽ ലൈറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് റേ ഇസ് ബെൻഡിങ് ടുവാർഡ്സ് നോർമൽ, വിച്ച് മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബി ഈസ് ഹയർ. സോ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ സ്ഥലത്തേക്കാണ് ലൈറ്റ് പാസ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ എന്തായിരിക്കും, സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. സോ അത്രയും നമ്മൾ എഴുതിയാൽ നമുക്ക് ഇതിന്റെ ഫുൾ മാർക്സ് കിട്ടും. സോ ജസ്റ്റിഫൈ യുവർ ആൻസറിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ റേഷ്യോ മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഒരു കമ്പാരിസൺ എഴുതണം. ബിയിലാണ് കൂടുതൽ, അതുപോലെ എയിലാണ് കുറവ് എന്നുള്ളത്. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ വിത്ത് എയർ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. സോ ക്രിട്ടിക്കൽ ആംഗിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. നമ്മുടെ ലൈറ്റ് റേ 48.6 ഡിഗ്രിയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ബൗണ്ടറിയിലൂടെ കടന്നു പോകണം, അതായത് 90 ഡിഗ്രി റിഫ്രാക്ഷനിലൂടെ കടന്നു പോവാണ്. സോ ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. സോ 48.6 ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഡിഫൈൻ ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ഡിഫൈൻ ചെയ്യുക. സോ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90, റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ 90 ആണെങ്കിൽ എന്താണ്, അവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് നമ്മൾ എന്താ പറയുക, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സെർട്ടൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റ് റേ ബൗണ്ടറിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവിടെ പറയാ, this angle of incidence is called critical angle. So critical angle ന്റെ definition കഴിഞ്ഞു. And next thing എന്താണ്, what change in the path of light will observe if the angle of incidence is increased from critical angle? So angle of incidence ഇപ്പോൾ 48.6 ആണ്, is increased from critical angle. critical angle ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇവിടുന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈറ്റിന്റെ പാത്തിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടിയാൽ എന്താണ് സംഭവിക്കുക, ലൈറ്റ് വിൽ റിഫ്ലക്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ ഇന്റേണൽ
റിഫ്ലക്ഷൻ. സോ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടിയ ഒരു ആംഗിളിൽ ലൈറ്റ് റേ പാസ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? TIR അല്ലെ, TIR വിച്ച് ഇസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ നമ്മൾ എന്താണ് ഇവിടെ എഴുതേണ്ടത്? ലൈറ്റ് വിൽ റിഫ്ലക്ട് ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ.